പി.കെ. കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ മാധ്യമങ്ങൾ കാണുന്നു അതിൻ്റെ തത്സമയം. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ രചനകൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നും നമ്മെ ഉണർത്തിക്കൊണ്ടിരിക്കും. അത്യത്ഭുതമായിരുന്നു അദ്ദേഹം. വായന തുടങ്ങിയ കാലം തൊട്ട് വായിച്ച് തുടങ്ങിയത് MTയുടെ രചനകളാണ്. ഓരോ കഥാപാത്രവും നമ്മുടെ മനസ്സിൽ ജീവിക്കും. ഓരോ കഥാപാത്രങ്ങളുടെ ജീവിതവും സത്യത്തിൽ ഒരു വലിയ സന്ദേശമായിരുന്നു, ഉപദേശമായിരുന്നു, നന്മയുടെ ഉപദേശമായിരുന്നു. ഇത്രയും വലിയ ഒരു സാഹിത്യകാരൻ നമ്മുടെ മണ്ണിൽ പിറന്നു ജീവിച്ചു, ഇത്ര കാലവും നമ്മളോടൊപ്പം ഉണ്ടായി എന്നുള്ളത് വലിയ അഭിമാനമായി തന്നെ ഏത് കാലത്തും നമ്മൾ ഓർക്കും. പക്ഷേ ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പമില്ല. അത് വളരെ വളരെ സങ്കടകരമാണ്. മലയാളികളുടെ ഈ അനുശോചനത്തിൽ ഞാനും പങ്കുചേരുകയാണ്. പി.കെ. കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വിജയകുമാർ, താങ്കൾ പറഞ്ഞു വെച്ച ആ പഴയ അനുഭവത്തിലേക്ക് മടങ്ങിപ്പോകാം. എസ് കനത, അങ്ങനെ ഈ മാധ്യമപ്രവർത്തനം എന്താണ് എന്നത് വളരെ വളരെ ചുരുങ്ങിയ വാക്കുകളാണ് അദ്ദേഹം അത് മാധ്യമപ്രവർത്തകരായ പുതുതലമുറയിലെ മാധ്യമപ്രവർത്തകർക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അദ്ദേഹം ഒരു പത്രാധിപർ കൂടിയായിരുന്നു. അദ്ദേഹം ഈ സാഹിത്യ മാധ്യമപ്രവർത്തനം എന്നത് അതൊരു മാധ്യമപ്രവർത്തനത്തിലെ ഒരു ശാഖയായി കൊണ്ടുവരികയും അതിൽ വലിയ സംഭാവനകൾ നൽകുകയും ചെയ്ത ഒരു പത്രാധിപർ കൂടിയാണ്. അപ്പോൾ നല്ല ഭാഷയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുക, ലളിതമായ ഭാഷയിൽ അത് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ MD വാസുദേവൻ നായർ എന്ന മഹാനായ എഴുത്തുകാരനിൻ്റെ മുഖത്ത് നിന്ന് നമ്മൾ മാധ്യമപ്രവർത്തനത്തെ പറ്റിയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ആ വേദിയിൽ പഠിക്കാൻ കഴിഞ്ഞു. അതൊരു ഒരു ഒരു ലോഗോ പ്രകാശനം, ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ലോഗോ പ്രകാശനം എന്നതിനപ്പുറത്തേക്ക് ഏതാണ്ട് 1 മണിക്കൂർ നീണ്ട മാധ്യമപ്രവർത്തന പാഠശാല അല്ലെങ്കിൽ ഒരു ക്ലാസ്സായി അത് മാറുകയും ചെയ്തു എന്നത് ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. അന്ന് അദ്ദേഹത്തെ ആ വേദിയിലേക്ക് സ്വീകരിക്കാനൊക്കെ കഴിഞ്ഞത് ഇപ്പോഴും ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ പോലും 2011 അത് നടന്നത്. 10 വർഷം കഴിഞ്ഞു എങ്കിൽ പോലും അത് തെളിമയുള്ള ഒരു ഓർമ്മയായി ഇപ്പോഴും മനസ്സിൽ നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ അത് ഞാൻ ഓർക്കുകയായിരുന്നു. പിന്നീട് MD വാസുദേവൻ നായരുടെ പുസ്തകങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ രചനകളിലേക്കൊക്കെ നോക്കുമ്പോൾ അദ്ദേഹം എല്ലാ വേദികളിലും അദ്ദേഹം എല്ലാ എഴുത്തുകളിലും പറയാൻ ശ്രമിക്കുകയും പറയുകയും ചെയ്തിട്ടുള്ളത്